യെസ്, മെഡിക്കൽ കോളേജുകളിൽ അപര്യാപ്തതയും പോരായ്മകളും നേരത്തെ നമ്മൾ സംസാരിച്ചതേ ഉള്ളൂ. ഇമ്പാക്ട് ഇത് ഫസ്റ്റ് ഓൺ മീഡിയ വൺ കൂടിയാണ്. ആദ്യമായിട്ട് മീഡിയ വണ്ണിൽ വരുന്ന ഒരു വാർത്ത കൂടിയാണ്. അതായത് സംസ്ഥാനത്തെ 4 മെഡിക്കൽ കോളേജുകളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. 180 തസ്തികകളാണ് സൃഷ്ടിക്കുക. ഇടുക്കി, കോന്നി, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലെ മെഡിക്കൽ കോളേജുകളിലാണ് തസ്തികകൾ സൃഷ്ടിക്കുന്നത്. ഇത് സംബന്ധിച്ച ഫയൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് ധനവകുപ്പിന് നൽകി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓൺ മീഡിയ വൺ വാർത്ത തന്നെയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. തിരുവനന്തപുരത്തേക്ക് പോകാം. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിജോ, എന്തായാലും നേരത്തെ ഈ അധ്യാപകരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അധ്യാപകരൊക്കെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ കടക്കുന്നവർ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ ഒരു ഇമ്പാക്ട് കൂടെ വന്നിരിക്കുന്നുണ്ട്. പുതിയ തസ്തികകളൊക്കെ സൃഷ്ടിക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ വന്നിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ്. എന്തായാലും നമ്മൾ വളരെ അഭിമാനപൂർവ്വം തന്നെ ഈ വാർത്ത കൊടുക്കുന്നുണ്ട്. കാരണം ആദ്യമായി നമ്മൾ കൊടുക്കുന്ന ഒരു വാർത്ത കൂടിയാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഷിജോ, എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? എത്ര തസ്തികകൾ സൃഷ്ടിക്കുന്നു? എന്താണ് സർക്കാർ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? കേരളം ഇപ്പോൾ വലിയൊരു ആരോഗ്യരംഗത്ത് വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് മറ്റെവിടെയും ഇല്ലാത്ത തരത്തിൽ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന വലിയൊരു നേട്ടം ആരോഗ്യവകുപ്പ് കൈവരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജ് വന്നതോടുകൂടി ആ ഒരു വലിയൊരു നേട്ടത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് ചെന്നത്. അപ്പോൾ അതിനിടയിൽ കൃത്യമായിട്ടുള്ള തസ്തികകൾ സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിമർശനം ആരോഗ്യവകുപ്പ് നേരിട്ടിരുന്നു. കാരണം KGMCT അടക്കം കാലം കുറേയായി പറയുന്നുണ്ട്. അധ്യാപകരുടെ പുനർവിന്യാസം അടക്കം വലിയ തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ ഈ അധ്യാപകരെ എത്രയും പെട്ടെന്ന് നിയമിക്കണം, പുനർവിന്യാസം പാടില്ല, പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് അധ്യാപകരെ നിയമിക്കണം എന്നുള്ള കാര്യമാണ് KGMCT ആവശ്യപ്പെടുന്നത്. അത് നടക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ കരിദിനവും ഇന്ന് പ്രതിഷേധത്തിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ KGMCTയുടെ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് നമ്മൾ ആരോഗ്യവകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് അല്പസമയം മുമ്പ് ഞാൻ സംസാരിച്ചത്. അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് KGMCT പറയുന്ന ആവശ്യങ്ങൾ ന്യായമാണ്, പക്ഷെ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ പറഞ്ഞാൽ നമുക്കത് സ്വിച്ചിട്ട ലൈറ്റ് കത്തുന്ന പോലെയുള്ള ഒരു സംവിധാനമല്ല ഇത്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രോട്ടോകോളും ചട്ടങ്ങളും മറ്റ് നടപടികളും ഒക്കെ പാലിക്കണം. അതിന് കുറച്ച് സമയമെടുക്കും. എന്തായാലും ആരോഗ്യവകുപ്പിൽ നമുക്ക് ലഭിക്കുന്ന വിവരം 180 പുതിയ തസ്തികകൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സൃഷ്ടിക്കും എന്നുള്ള വാർത്തയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് 4 മെഡിക്കൽ കോളേജുകൾ അടുത്ത കാലത്തായിട്ട് പുതുതായി പണികഴിപ്പിച്ച അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ച 4 മെഡിക്കൽ കോളേജുകൾ കാസർഗോഡ്, വയനാട്, കോന്നി, ഇടുക്കി ഈ 4 മെഡിക്കൽ കോളേജുകളിലേക്ക് 180 തസ്തികകൾ സൃഷ്ടിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ട് ഈ 180 തസ്തികകൾ സംബന്ധിച്ചുകൊണ്ട് നിലവിൽ ഈ പറയുന്ന ഇടുക്കിയിലും കോന്നിയിലും അത്യാവശ്യം ചില തസ്തികകളുണ്ട്. അപ്പോൾ ബഹുഭൂരിപക്ഷം തസ്തികകളും 180-ൽ പകുതിയിൽ കൂടുതൽ തസ്തികകളും ഒരുപക്ഷെ അത് കാസർഗോഡും വയനാടുമായിരിക്കും. ഇത് സംബന്ധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആരോഗ്യ വകുപ്പ് ധനവകുപ്പിന് ഫയൽ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ സ്വാഗതാർഹമായ തീരുമാനം. ഇത്രയും തസ്തികകളുടെ കുറവ് ആരോഗ്യവകുപ്പിൽ ഉണ്ട് എന്ന് സമ്മതിക്കുക തന്നെയും ചെയ്തല്ലോ ജെൽസി. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഈ ഫയല് ധനവകുപ്പിന് കൈമാറണമല്ലോ ഷിജോ. ധനവകുപ്പ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് പൂർണ്ണമായും ആരോഗ്യവകുപ്പിന്റെ റിക്വയർമെന്റ് പൂർണ്ണമായും അംഗീകരിക്കാൻ തന്നെയുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ തസ്തികകൾ എത്ര സമയം കൊണ്ട് ഒരു നിശ്ചിതമായ കാലയളവ് നമുക്ക് പറയാൻ കഴിയുമോ? ഈ തസ്തികകൾ നിലവിൽ വന്ന് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകുന്ന ഒരു ഘട്ടത്തിന് ഒരു ടൈം പരിധി പറയാൻ കഴിയുമോ നമുക്ക്? അനന്തമായിട്ട് അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം മെഡിക്കൽ കോളേജുകളെല്ലാം വന്നു. മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരില്ല, രോഗികൾ മാത്രം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രോഗികളെ കൂടി ബാധിക്കും. അത് മാത്രവുമല്ല, അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ കൂടി ബാധിക്കും. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് എത്രയോ വിദ്യാർത്ഥികളാണ് ചൈനയിലും റഷ്യയിലും ഉക്രൈനിലും ഒക്കെ പോയി പഠിക്കുന്നത്. അവിടെയൊക്കെ പോയി പഠിക്കുന്നത്. അപ്പോൾ അവിടെ പഠിച്ചതിന് ശേഷം ഇവിടേക്ക് വന്നാൽ അവർ വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ തന്നെ പഠിക്കാൻ സൗകര്യമൊരുക്കാൻ എല്ലാ മെഡിക്കൽ കോളേജുകളും വന്നതോടുകൂടി നാട്ടിൽ തന്നെ പഠിക്കാനുള്ള ക്രമീകരണം ഒരുങ്ങുകയാണ്. അപ്പോൾ അവിടെ അധ്യാപക തസ്തികകൾ വേണം. അപ്പോൾ അത് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ധനവകുപ്പിലേക്ക് ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ചുകൊണ്ട് ഫയൽ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫയലിൽ ഒരു പഠനം നടത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പ് എത്ര രൂപ വരെ ചെലവാകും, ഇത്രയും തസ്തികകൾ സൃഷ്ടിച്ചാൽ എത്ര രൂപ ധനവകുപ്പിന് അധികമായി നൽകേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ധനവകുപ്പ് കൃത്യമായി പഠിച്ചുകൊണ്ട് ധനവകുപ്പ് അതിന്റെ പഠനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അത് ധനവകുപ്പ് അത് പഠിച്ച്
ധനവകുപ്പ് വീണ്ടും അത് ആരോഗ്യവകുപ്പിനെ കൈമാറും. ആരോഗ്യവകുപ്പ് അത് വീണ്ടും ക്യാബിനറ്റിൽ വെക്കും. അപ്പോൾ അതങ്ങനെ ദീർഘകാലമായിട്ട് അല്ലെങ്കിൽ അനന്തമായിട്ട് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയുകയില്ല. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജായി. മെഡിക്കൽ കോളേജിലേക്ക് ഇനി ജീവനക്കാർ വരണം, അവിടെ അധ്യാപകർ വരണം, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കണം. അതോടൊപ്പം തന്നെ വരുന്ന രോഗികൾക്ക് സുഗമമായിട്ട് അവിടെ ചികിത്സ നടത്തി പോകാനുള്ള ക്രമീകരണം കൂടി ഒരുക്കണം. അപ്പോൾ ആരോഗ്യവകുപ്പ് ധനവകുപ്പിന് കൈമാറിയ ഫയലിൽ ആ ധനവകുപ്പ് എത്രയും പെട്ടെന്ന് ഒരു പഠനം നടത്തി അതിനൊരു തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുതന്നെയാണ് ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകാതെ അത് തിരിച്ച് ആരോഗ്യവകുപ്പിലേക്ക് വന്ന് അത് എത്രയും പെട്ടെന്ന് ക്യാബിനറ്റിന് മുൻപാകെ വെച്ചുകൊണ്ട് ക്യാബിനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ തസ്തികകൾ വളരെ വേഗം തന്നെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നുണ്ട്. യെസ് ഷിജു, ഏതായാലും പുതിയ തസ്തികകൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെങ്കിൽ അത് ധനവകുപ്പിന്റെ കൂടി ഒരു അംഗീകാരം വേണമോ? അത്തരം കാര്യങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ വരും മണിക്കൂറുകൾ കടക്കുമെന്ന് കൂടെ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും എന്തായാലും ആരോഗ്യവകുപ്പിൽ അത്തരം സത്വരമായ നടപടികൾ ഉണ്ടാവേണ്ടത് അനിവാര്യമായിരുന്നു എന്നുള്ളത് കൂടിയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഷിജു കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സേഫ് ഓർക്കുന്നുണ്ടോ മത്സ്യത്തൊഴിലാളികളെ ഈ പ്രളയകാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് വിശേഷിക്കുന്നത്?